ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിട്ടല്ല. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് വടുവ, നമ്മളെ ചുണ്ടക്കായി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വയനാടൻ സ്പെഷ്യൽ വടുവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ അത് വഴുതന വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ഒറിജിനൽ ചുണ്ടക്കായി. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇതിന് ചുണ്ടക്കായി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ഇത് നന്നായി അതിൻ്റെ നെട്ടിയൊക്കെ പോക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകിയതിന് ശേഷം ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായി പുഴുങ്ങിയെടുക്കണം കേട്ടോ. കുറച്ചധികം പണിയുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, പക്ഷേ അതിന് അപാര ടേസ്റ്റുമാണ്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും അടിപൊളിയായിട്ട് കിട്ടും. നല്ല ഹെൽത്തിയാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങളെ നാട്ടിലിത് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പോൾ ഈ വെയിലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്താൽ നമുക്ക് മഴക്കാലത്ത് ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ല രസത്തിൽ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നല്ല കഴുകി എടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ നെക്കി നോക്കുമ്പോൾ പൊട്ടും. അതാണ് ഇതിൻ്റെ പരുവം. പാകമായി വരുന്നത് അങ്ങനെയാണ്. ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചേർക്കേണ്ടത്. വെളുത്തുള്ളി, കാന്താരി മുളകാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉണ്ടമുളകും, പിന്നെ ചെറിയ ജീരകവും കറിവേപ്പിലയും വേണം. പിന്നെ അരി നമുക്ക് പുഴുങ്ങലരിയാണ് കേട്ടോ. അത് നന്നായി വറുത്തെടുക്കാൻ വേണം കേട്ടോ. ഇത്രയും ഐറ്റംസ് കൂടെ ചേർക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ പുഴുങ്ങലരി നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് നമ്മൾ പുഴുങ്ങലരി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ്, അതാണ് എടുക്കേണ്ടത്. അല്ലാതെ പച്ചരി അല്ല കേട്ടോ. അപ്പോൾ അത് കുറച്ചധികം എടുത്തിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കണം. വറുത്ത് വരുമ്പോൾ ഇതേപോലത്തെ ഗോൾഡൻ കളറായി വരും. അതാണ് ഇതിൻ്റെ പാകം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് അരച്ചെടുക്കണം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലയും മുളകും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഒന്ന് നന്നായി ക്രഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കാന്താരിയും വേപ്പിലയൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് വേറെ വീഡിയോയിൽ. ഞാൻ ഉണ്ടാക്കിയ പച്ചക്കറിത്തോട്ടമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ചധികം ഉപ്പും വേണം കേട്ടോ. പാകത്തിനല്ല, കുറച്ചുകൂടെ ഒരു ഉപ്പ് മുന്നിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വടുവയൊക്കെ റെഡിയാക്കി വരുന്ന സമയത്ത് ഒരു ഉപ്പ് വരുള്ളൂ. പിന്നെ മുളകും നല്ല വേണം കേട്ടോ, എങ്കിലേ അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മുളക് കുറച്ചത് പിന്നെ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചുണ്ടക്കായ ഇതിലേക്ക് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അധികം അരയണ്ട കേട്ടോ, ചെറുങ്ങനെ ഒന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ എന്നിട്ട് നമുക്ക് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. ഇതേ രീതിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് എടുത്തിട്ട് അരച്ചെടുത്താൽ മതി. നമുക്ക് കുറച്ച് പണിയാണ് ഇതൊക്കെ ചെയ്ത് വരാൻ, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പം നമുക്കിതൊക്കെ ചെയ്യാനും തോന്നും. ഇത്രയും വെയിലത്ത് നമ്മൾ എന്തായാലും ഇതൊക്കെ ചെയ്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ മഴക്കാലത്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ അരിയും വറുത്ത് വെച്ചത് കുറച്ചായിട്ട് അടിച്ചെടുക്കാം. അത് നന്നായി അരയണ്ട കേട്ടോ, ചെറുങ്ങനെ ഒന്ന് പൊടിഞ്ഞാൽ മതി. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് യോജിപ്പിച്ച് എടുക്കണം. ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് കയറി നോക്കണം കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള അടിപൊളി വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളി വർക്കൊക്കെയുള്ള വീഡിയോ ആണ്. സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് കയറി നോക്കണം. അതുപോലെ വെക്കേഷൻ അല്ലേ, കുട്ടികൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് വേണ്ടത്.
ഇതാ ഇതേ രീതിയിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഉരുട്ടുന്ന സമയത്ത് നമ്മളൊരു ഗ്ലൗസ് എന്തെങ്കിലും ഇട്ട് ഉരുട്ടുന്നതായിരിക്കും നല്ലത്. കാരണം ഭയങ്കര എരിവായിരിക്കും, കൈ നീറും. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. നല്ല രസമല്ലേ കാണാൻ തന്നെ. ഇതൊക്കെ നമുക്ക് നല്ല വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോഴത്തെ വെയിലിന് 2 ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ ഇത് നന്നായി ഉണങ്ങി കിട്ടും. വെയിൽ കുറവാണെങ്കിൽ 7 ദിവസമാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ വെയിൽ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസം കൊണ്ട് സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടും. ഇതാ കണ്ടില്ലേ, ഞാനിതൊക്കെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട്. നമ്മൾ കടയിൽ വാങ്ങുന്നത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കാരണം അതിൽ വഴുതനയൊക്കെ അവർ ചേർക്കുന്നതുകൊണ്ട്. ഇതിൽ വഴുതന ഒന്നുമില്ല, ഒറിജിനൽ ചുണ്ടക്കായ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഗൾഫിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ തരാം, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അതൊക്കെ എൻ്റെ നാട്ടിൽ ചുണ്ടക്കായ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ വെയിലും ഉണ്ട്, ഒരു പണിയുമില്ല. ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് ഞാൻ ഉണ്ടാക്കി അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഓർഡർ ചെയ്യാനായിട്ടൊക്കെ എൻ്റെ ചാനലൊന്ന് കയറി കണ്ടാൽ മതി, അതിൽ നമ്പറുണ്ട്, അതിലും വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ വടുവയൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക്